ഇന്നലത്തെ എപ്പിസോഡ് വീണ്ടും എടുത്തൊന്ന് റീവാച്ച് ചെയ്തപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഒരുപാട് പേര് കമന്റ്സിലൊക്കെ പറഞ്ഞു കേട്ടൊരു കാര്യം കൂടിയാണ്. അനുമോൾക്ക് സംസാരിക്കാൻ കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യം എന്തിന് ലാലേട്ടൻ ചർച്ച ചെയ്തു. ഇത് പറയുന്ന ആളുകളെന്ന് പറഞ്ഞാൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പറയുന്നത്. കോമന്റ് ഇടുന്നവരാണെങ്കിലും അതെ. ഇത് പറയുന്ന സമയത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചോദ്യം ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്. അനുമോൾക്ക് അനീഷ് ഒരു ബ്രദർലി ഫീൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോലെ ആണെങ്കിൽ ഇത് മാറ്റി മറിച്ചും പറയുന്നുണ്ട്. എന്തുകൊണ്ട് അനീഷിനോട് മുഖത്ത് നോക്കി എടുത്തടിച്ചൊരു നോ പറഞ്ഞില്ല? ഇന്നലെ നോ പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ ആ നോ പറയാനുള്ള സ്പേസ് കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻകറേജ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചെന്നുണ്ടെങ്കിലും നോ പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നോ പറഞ്ഞാൽ ഈ കോണ്ടന്റ് അവിടെ വെച്ച് അവസാനിക്കും. അങ്ങനെ എടുത്തടിച്ചൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടന്റ് അവിടെ വെച്ച് അവസാനിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ് അങ്ങനെ പറയാതിരുന്നത്. വളരെ സൈലന്റ് ആയിട്ടാണ് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അനുമോള് പറയുന്നത്. താല്പര്യക്കേട് കാണിക്കുന്നത് ആ രീതിയിലാണ്. കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കി എടുത്തോണം, താല്പര്യമില്ല അങ്ങനെ മനസ്സിലാക്കി എടുത്തോണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരുതരം ഡ്രാമ, ഒരു ആക്ടാണ് അവിടെ കാഴ്ചവെച്ചത്. എന്തിനിങ്ങനെ ഡ്രാമ കളിച്ച് കുണുങ്ങി നിന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഒരു നോ പറയണമായിരുന്നു അവിടെ. ലാലേട്ട എന്നെ ഇങ്ങനെ എനിക്ക് ചേട്ടനെ പോലെ തോന്നുന്ന ഒരാളുടെ കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നത് ഇഷ്ടമില്ല, അങ്ങനെ ഒരു കാര്യം അനുമോളുടെ വായിൽ നിന്ന് നമ്മൾ വീണ് കേട്ടില്ല. എന്തുകൊണ്ട്? ഇതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം. ആരോടും ഒന്നും പറയാൻ മടിയില്ലാത്ത മറ്റേ വീരശൂര പരാക്രമിയൊക്കെ ആയിരുന്നു. അതിന് കാരണം അനുമോൾക്ക് ഇതൊരു കോണ്ടന്റ് ആണ്. ഇതിൽ നിന്നും വരുന്ന എന്തെങ്കിലും കോംബോ വോട്ടുകൾ ഉണ്ടെങ്കിൽ അതും വേണം, അതേപോലെ സഹതാപ വോട്ട് കിട്ടുവാണെങ്കിൽ അതും വേണം. പിന്നെ ഇതിനകത്ത് വേറൊരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. അനുമോൾ ഇങ്ങനെ പാടെ എതിർക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ അടുത്തതായിട്ട് പൊക്കിക്കൊണ്ട് വരുന്നത് അനുമോൾ അനീഷിന്റെ അടുത്ത് ഇതുവരെ കാണിച്ചിട്ടുള്ള ചേഷ്ടകളുടെയും ഗോഷ്ടികളുടെയും ഒക്കെ ഒരു കമ്പൈലേഷൻ തന്നെ ആയിരിക്കും. ഒരു സിനിമ തന്നെ ലാലേട്ടൻ അവിടെ കാണിക്കും. നമുക്ക് അങ്ങനെ ഒരു എഡിറ്റഡ് വീഡിയോയുടെ ആവശ്യമൊന്നും പോലും വന്നില്ല. ഇന്നലെ ഇട്ടൊരു വീഡിയോയിൽ എല്ലാ കാര്യവും ഓരോ ഡീറ്റെയിലും ലാസ്റ്റ് മൈന്യൂട്ട് ഡീറ്റെയിൽ വരെ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ ഉള്ളില് മോഹത്തിന്റെ വിത്തുകൾ പാകി കൊടുത്തിട്ട് ഇപ്പോ പ്രപ്പോസ് ചെയ്തോ ചേട്ടാ ഞാൻ ഓക്കെ പറയാം എന്നൊക്കെ തോന്നിപ്പിച്ച് പിന്നീട് അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോ മാറിയിരുന്ന് പറയുകയാണ് എനിക്ക് അയാളെ ചേട്ടനെ പോലെയാണ്, എന്നിട്ട് അയാളെ കളിയാക്കുകയാണ്. ലാലേട്ടൻ ഇതൊക്കെ എടുത്തിട്ട് വലിച്ചു കയറി ഒട്ടിച്ചേരെ എന്ന കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. അക്ബർ എരുതിയിൽ എണ്ണയും ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ വഴക്കം ഉണ്ടാക്കിയേനെ. ഇതൊക്കെ മനസ്സിൽ ആലോചിച്ചത് കൊണ്ടായിരിക്കും ഒന്നും മിണ്ടാതെ ഇത്തിരി എക്സ്പ്രഷനൊക്കെ കയ്യിൽ നിന്നിട്ട് സഹിച്ചു പിടിച്ച് അനുമോൾ അവിടെ ഇരുന്നത്. അത് മുഖം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് അവിടെ ഇരുന്നതെന്നുള്ളത്. ഇത് ഞാനെന്നല്ല ഒരുപാട് പേര് പറയുന്നുണ്ട്. അനുമോൾക്ക് അനീഷ് വെറും ഒരു കോണ്ടന്റ് ആയിരുന്നു, ഇപ്പോഴും ആണ്. കോണ്ടന്റിന് വേണ്ടി അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അയാളുടെ മുഖത്ത് നോക്കി മുഖം കറുപ്പിക്കുന്ന രീതിയിൽ അനുമോൾ ഒരു നോ പറയാതിരുന്നത്. അങ്ങനെ മുഖം കറുപ്പിക്കുന്ന രീതിയിൽ തന്നെ നോ പറയണം. സഹോദരന്റെ സ്ഥാനത്ത് കാണുന്ന ആളുടെ അടുത്ത് ബോയ്ഫ്രണ്ടിനോട് കാണിക്കുന്ന പോലത്തെ തോന്നിവാസങ്ങൾ കാണിച്ചതൊക്കെ മാറ്റി നിർത്തിയാൽ പോലും കോണ്ടന്റിന് വേണ്ടി അനീഷിനെ അനുമോൾ യൂസ് ചെയ്തത് അത് സാധാരണ ജനങ്ങൾ ക്ഷമിക്കില്ല. അതെനിക്ക് പറയാനുള്ളൂ. മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഓരോ ചേഷ്ടകളും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാ ചേഷ്ടകളും. എനിക്ക് പിന്നെ ഈ ഒരു കേസിൽ ഒരു വിഷമവും തോന്നി. അത് അനീഷേട്ടന്റെ കാര്യം ഓർത്തിട്ടാണ് വിഷമം തോന്നിയത്. അദ്ദേഹം ഇതൊക്കെ അറിയാതെ പോകുന്നുണ്ടല്ലോ എന്നുള്ള കാര്യമാണ്. ഒരു ഗെയിമാണെന്നൊക്കെ ചിലപ്പോൾ മറന്നുപോയെന്നൊക്കെ ഇരിക്കും. പക്ഷെ ഈ ഡ്രാമയൊന്നും അദ്ദേഹം അറിയാതെ പോകുന്നു. ഇതൊക്കെ ഓർത്തിട്ട് ശരിക്കും വിഷമം തോന്നി ഇത് വീണ്ടും എടുത്ത് കണ്ട സമയത്ത്. കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം.